ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ തിരുമല അനിൽകുമാറിന്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തെ ഓഫീസിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ബി.ജെ.പിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് CPM എല്ലാം ഉയർത്തിയിരുന്നത്. പക്ഷേ CPM-ഉം അതുപോലെ തന്നെ CPM-ന്റെ പോലീസും ചേർന്ന് പല രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഇതേ തുടർന്ന് CPM-ന്റെയും പോലീസിന്റെയും ഗൂഢാലോചനയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉത്തരവാദികൾ ആയവർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് ബി.ജെ.പി. അപ്പോൾ അതിന്റെ കൂടുതൽ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ് നടക്കുന്നത്. ഈ മാർച്ച് തികച്ചും സമാധാനപരമായിരിക്കും. ഈ മാർച്ച് തികച്ചും സമരം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മാൻ പവർ ഉപയോഗിച്ചുള്ള സമരം. ഇത് നമ്മൾ വേറൊരു സമാധാനപരമായി അനാവശ്യമായ പ്രകോപനമോ ഒന്നും ഉണ്ടാക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ जय 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 बीजेपी, जय 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 भारत माता, प्रतिषेध प्रतिषेध बीजेपी प्रतिषेध बीजेपी प्रतिषेध जय 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 എന്തായാലും ശക്തമായ ഒരു സമരത്തിലേക്കാണ് ബി.ജെ.പി. പ്രവർത്തകർ പോകുന്നത്. തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ പോലീസ് CPM ഗൂഢാലോചന ഉണ്ടെന്നാണ്
കേട്ടോ ഇല്ല. CPM-ന്റെ ഒത്താശയോടുകൂടി മന്ത്രിമാരും CPM-ന്റെ സഖാക്കളും പാർട്ടി ജില്ലാ സെക്രട്ടറിയും എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്ത് കൊടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊമ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാർച്ചിന് മുന്നൊരുക്കമെന്നതിലേക്ക് CPM-ന്റെ സഖാക്കൾ കഴിഞ്ഞ ദിവസം മുട്ടത്തറയിലുള്ള കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ കൂലി വാങ്ങുന്നത് മാത്രമാണ് കൈയോടെ ഒപ്പിയെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് CPM-ന് രാജിവെപ്പിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുള്ള ആ കാഴ്ചയിൽ നിന്ന് ആ വസ്തുതയിൽ നിന്ന് ഈ തിരിച്ചുവിടുന്നതിലേക്ക് CPM-ഉം പോലീസും കൂടി നടത്തിയിട്ടുള്ള നാടകമാണ് നമ്മുടെയൊക്കെ സഹപ്രവർത്തകരായിട്ടുള്ള പാർലമെന്ററിയിലായിട്ടുള്ള നമ്മുടെ നാടിന്റെ ജനസേവകനായിട്ടുള്ള ഈ നാടിന്റെ എല്ലാവരുമായിട്ടുള്ള ശ്രീ തിരുമലായിൽ ജീവിതത്തിലുള്ള ഇന്നിവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മാർച്ചിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ എസ് സുരേഷ്, ശ്രീ പി സുധീർ, ശ്രീ കെ സോമൻ, ശ്രീ വി വി രാജേഷ്, ശ്രീ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയും അതിനു മുൻപ് ഭാരതീയ ജനസംഘവും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ
വക്താക്കളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി അഴിമതി രഹിതമായിട്ടുള്ള പുരോഗതി, നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന, നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം, അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ 11 വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഈ 11 വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. അതിനു മുൻപുള്ള 10 കൊല്ലക്കാലത്തെ UPA ഭരണം, ആ UPA ഭരണത്തിൽ എത്ര മന്ത്രിമാർക്ക് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമാനമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു. ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ് തൊട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന അവരുടെ ഇംഗ്ലണ്ടിലുള്ള സഖാവ് എഴുതിയ കത്തുൾപ്പെടെ ഉള്ള നിരവധി വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ, ഇവിടുത്തെ നികുതി പിരിവിലെ തട്ടിപ്പ്, ഇവിടുത്തെ കിച്ചൺ ബിൻ വാങ്ങിയതിലുള്ള അഴിമതി, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏറ്റ അടുത്ത പ്രഹരമായിരുന്നു അവരുടെ ഒരു ജനപ്രതിനിധി തന്നെ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത്. അങ്ങനെ അഴിമതിക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട്, ഈ നാട്ടിൽ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ, അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട്, ഇവരെല്ലാവരെയും CPM-ന്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തുന്ന സമീപനം, ആ സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM എങ്ങനെ ആലോചിക്കുമെന്ന് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും ഒക്കെ കേരളത്തിൽ വളർന്നു വന്നത് ഈ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ടാണ്. CPM കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ രൂപീകരണം തൊട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് ശാരീരികമായും അല്ലാതെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ അറിയാവുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും. നിരവധി പ്രവർത്തകർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. CPM ആക്രമണത്തിന് വിധേയരായിട്ട് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, അവരുടെ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇതിനപ്പുറത്ത് ഒരു തെറ്റും അവരാരും ചെയ്തിരുന്നില്ല. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ, CPM-ന്റെ കണക്കിലുള്ള തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ടു. ആക്രമിച്ച് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെട്ടു. ഇപ്പോ CPM പുതിയൊരു തന്ത്രമെടുത്തിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തളച്ചിടാൻ കഴിയുമോ എന്നുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്,
രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രീതി, ആ രീതി ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തകർക്കെതിരായിട്ട് തിരിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോലീസാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കരുതാത്ത ഒരു സാഹചര്യം വരും. നിങ്ങൾ പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒട്ടതിരിഞ്ഞ് വേട്ടയാടാൻ വന്നാൽ ഞങ്ങള് അത് അനുവദിക്കില്ല. ഇതുപോലെയുള്ള ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. നമ്മുടെ കടകംപള്ളിയിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് 3-4 വർഷമായി. നമ്മളാരും കേട്ടിട്ടില്ല അതിൽ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയിട്ട്. നമ്മളാരും കേട്ടിട്ടില്ല അവിടെ നൽകിയിട്ടുള്ള മൊഴികളെ പറ്റിയിട്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വക്കത്ത് ഒരു അനിൽകുമാർ, CPMന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതുവരെ FIRനെ കുറിച്ച് വിവരമില്ല. ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച് ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല. അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക. മാധ്യമങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നിന്ന് പോയിട്ട് എടുത്തതാണ്. അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ, ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്താൻ അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകം എനിക്ക് നേരിട്ട് എനിക്ക് ബന്ധമുള്ള ആൾക്കാർ, സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ ഒരു സെന്റൻസ് ആണ്. പക്ഷെ ആ സെന്റൻസിനെ, ആ വാചകത്തെ പോലീസ്, മാധ്യമങ്ങൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തോ അതോ AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളായിട്ട് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. BJPക്കെതിരായിട്ട് പരാമർശം. എല്ലാ ബാങ്കുകളിലും ബാങ്ക് പ്രസിഡന്റുമാര് അവര് വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് അവർ തിരിച്ചടക്കും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിന്ന് വരാം. അപ്പോ അങ്ങനെ വായ്പ നൽകിയ ആളുകളെ അവരോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അനിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശം, ആ പരാമർശമാണിപ്പോ വലിയ വാർത്തയാവുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മറ്റ് ആത്മഹത്യകളെ കുറിച്ച് ഇത്രയും ശുഷ്കാന്തി 1.5 ദിവസം കൊണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന കേരളത്തിലെ പോലീസിന്റെ ഈ ശുഷ്കാന്തി കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ യജമാനന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ഇന്നത്തെ യജമാനൻ നാളെ യജമാനാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നതിന് പകരം നിയമത്തിന്റെയും നീതിയുടെയും ഭരണഘടനയുടെയും കാവലാളായിട്ട് പ്രവർത്തിക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാടാൻ, അതിനു വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭരണഘടനയുടെ അവഹേളനമാണ്. ഭരണഘടനയെ അവഹേളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ, വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ മാത്രമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാവരുത് പോലീസ്. പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം. ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് CPM ശ്രമിച്ചത്. ഞങ്ങൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ വരില്ല. ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. വസ്തുതകൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കരുവന്നൂരിലെ CPM മോഡൽ,
അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല. വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. CPM-ന്റെ രാഷ്ട്രീയ വേട്ട, ആ വേട്ട അവസാനിപ്പിക്കണം എന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നാളെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഷ ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. ആ ഭാഷ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ചില്ലുകൂട്ടിലിരുന്ന് കല്ലെറിയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.